പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, എല്ലാ സീസണുകളിലും വമ്പൻ താരങ്ങളെയൊക്കെ സ്വന്തമാക്കുന്ന ഒരു ടീമാണ് മോഹൻ ബഗാൻ. വലിയ തുക മുടക്കിയിട്ടായിരിക്കും വമ്പൻ താരങ്ങളെയൊക്കെ മോഹൻ ബഗാൻ സ്വന്തമാക്കാറുള്ളത്. വമ്പൻ തുക മുടക്കി ടീമിലേക്ക് എത്തിച്ച മിക്ക താരങ്ങളും ടീമിന് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചിട്ടുമുണ്ട്. അടുത്ത സീസണിന് മുന്നോടിയായിട്ട് മോഹൻ ബഗാന്റെ ഭാഗത്തുനിന്ന് ഒരു വമ്പൻ സൈനിങ് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ജമൈ മാക്ലാരൻ എന്ന താരത്തിനെ സ്വന്തമാക്കാനായിട്ട് ചില ISL ടീമുകൾ ശ്രമിക്കുന്നുണ്ട്. അടുത്ത ISL സീസണിൽ ഈ ഒരു താരം കളിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പുറത്തുവരുന്ന റൂമറുകൾ ശരിയാണെങ്കിൽ മോഹൻ ബഗാൻ, ബംഗളൂരു FC, മുംബൈ സിറ്റി FC എന്നീ ടീമുകളാണ് ജമൈ മാക്ലാരൻ എന്ന താരത്തിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ഈ ഒരു താരം മോഹൻ ബഗാനിലേക്ക് വരാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. നിരവധി മാധ്യമങ്ങളാണ് ഈ ഒരു താരം മോഹൻ ബഗാനിലേക്ക് എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡിമിട്രിയോസ് ഡയമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഡിമിട്രിയോസിന് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ ഒരു എക്സ്റ്റൻഷൻ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ചെറിയൊരു ഓഫർ ആയതുകൊണ്ട് തന്നെ താരം ആ ഒരു ഓഫറിൽ സംതൃപ്തനല്ലായിരുന്നു. ഡിമിട്രിയോസിനെ പോലത്തെ ഒരു താരത്തിന് ടീമിൽ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു നല്ലൊരു ഓഫർ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ലൂണ ഇല്ലാത്തപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ തോളിലേറ്റി കൊണ്ടുപോയത് ഡിമിട്രിയോസ് ആണ്. 13 ഗോളുകളായിരുന്നു ഈ ഒരു സീസണിൽ ഡിമിട്രിയോസ് നേടിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ഒരു സീസണിൽ ഗോൾഡൻ ബൂട്ട് നേടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പ്ലെയർ ഡിമി തന്നെയാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത അനുസരിച്ച് ഡിമിട്രിയോസിന് പുതിയൊരു എക്സ്റ്റൻഷൻ ഓഫർ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ കൊടുത്ത ഓഫറിനേക്കാൾ നല്ലൊരു ഓഫർ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഡിമിട്രിയോസ് ആ ഒരു ഓഫർ സ്വീകരിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഡിമിയെ പോലത്തെ ഒരു താരത്തിനെ ടീമിൽ നിലനിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.